അതിനെല്ലാം കഴിവുള്ളോൻ ഇവിടെയുമുണ്ട്. ഞാൻ 2-3 കാര്യം പറയാനാവും. ദിനോസർ അതൊന്ന് ജീവനോടെ ഇല്ല. അതിന്റെ പേര് കുറെ കാശുണ്ടാക്കി ആര്? സംവിധായകനും നിർമ്മാതാവും. ആദായ വിൽപ്പന ലാഖാലിയാക്കൽ ബോംബെ, അഹമ്മദാബാദ്, കൽക്കട്ട എന്നീ മില്ലുകളിൽ നിന്നുള്ള ആട്ടുകല്ല്, സർവേ കല്ല്, തലേവിധി, അങ്ങോട്ട് പോ ഇങ്ങോട്ട് വാ, നീ കുരയ്ക്ക് ഞാൻ ചിരിക്കാം, സിനിമയുടെ പേരാ. വാങ്ങിക്കൊള്ളുന്ന പേരിട്ടൂടെ. അപ്പൊ സിനിമ ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇപ്പൊ പാസ്റ്റേഴ്സ് ആണ് വിഷയം. ഞാനൊരു ദൂത് പറയാം. ഞാൻ വല്ല പോസിറ്റീവ് ചിന്താഗതിക്കാരൻ. ഞാനൊരു ദൂത് പറയാം. നീ ആവശ്യം പോലെ സിനിമ ഞങ്ങളുടെ പേര് വെച്ച് പിടിച്ച് നല്ലപോലെ ഞം വെച്ച് തിന്ന്, വേറെ നിവർത്തിയില്ലെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് തിന്നെന്ന്. എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖവാ. എടുത്തവർക്കും കഴിച്ചവർക്കും അഭിനയിച്ചവർക്കൊക്കെ സുഖവാ. ഇനി അങ്ങോട്ട് സുഖവാ. സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം തല ഉയർത്താൻ നാണം കെടണം. ആ നാണം കേടോടുകൂടി മാത്രമേ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഇനി പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ഇതിലും വലിയ സുഖം എന്താണെന്നറിയോ? കോടിക്കണക്കിന് ജനങ്ങളാ പ്രാർത്ഥിക്കാൻ പോകുന്നേ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ശ്രീലേഖ മിത്ര ഉയർത്തിയ ആരോപണം ഏറെ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. തമ്പുരാൻ കൂടെ ഉണ്ടല്ലോ ഈ കൂട്ടത്തില്, ഒരാള് കൂടെ ഉണ്ടല്ലോ. സുഗതൻ എന്തിയേ? നമ്മൾ പ്രവർത്തിക്കും, ധൈര്യമായിട്ട് പോകണം. അമ്മ കൃത്യമായ കോടതി വിധിക്കനുസരിച്ച് പ്രവർത്തിക്കും. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് പറഞ്ഞാട്ടെ, അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. സുഗതൻ അന്യന്റെ ഭാര്യയെ അന്യന്റെ സ്വകാര്യ ജീവിതത്തിൽ ഇടപെടുന്നവനായിരുന്നു സുഗതൻ. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കെയറും ചെയ്യാം. 1.5 ലക്ഷം രൂപയൊന്നും വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. പിന്നെ മാമുക്കോയ അങ്കിള് നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കേട്ടല്ലോ. നാമത്തിൽ അതിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനാൽ അതിന്റെ സകല പ്രവർത്തകരുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നതിനാൽ കേരളം ഞെട്ടുന്നു. ഈ വാർത്ത കേട്ടിട്ട് തകർന്നടിയുന്നു പല വിഗ്രഹങ്ങളും. പേരൊന്നും പറയണ്ട. പക്ഷേ ആരാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് കോമൺ സെൻസ് ഉള്ള മലയാളിക്ക് ചിന്തിച്ചാൽ ലഭ്യമാകും. വരട്ടെ.